നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി വിളിക്കരുത്. കോൾ മീ ദേവിക. ഓക്കെ? അവതരിക്കേണ്ട സമയത്ത് ഭഗവാൻ അവതരിച്ചോളൂ. അളിയൻ സ്വയം വന്നതല്ലെന്നേ, ആരോ കണ്ണു കെട്ടിക്കൊണ്ടുവന്നതാ. സുധേട്ടാ, എന്തൊക്കെയാ എനിക്ക് ചുറ്റും നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് പറഞ്ഞു താ. എനിക്കൊരു പ്രതിസന്ധി വരുമ്പോ അവിടെ എല്ലാം സിദ്ധാർത്ഥ എത്തുന്നുണ്ട്. ആരും അയാളെ പറഞ്ഞു വിടുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. അയാള് മിത്രമാണോ അതോ മാനിന്റെ രൂപത്തിൽ വന്ന മാരീചനാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏട്ടാ. അച്ഛനോടും അമ്മയോടും പറഞ്ഞാലോന്ന് ഞാൻ ആലോചിക്കുക. പിന്നെ അവരെയും കൂടി എന്തിനാ ടെൻഷൻ ആക്കുന്നെന്ന് ഓർത്താ പറയാത്തത്. പക്ഷെ സുധീട്ടാ, ഇന്നയാളുടെ ദേവൂട്ടിന്നുള്ള വിളി, ആ വിളി എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു. സുധേട്ടന്റെ അതേ ശബ്ദം, മാനരസങ്ങള് ഒക്കെ. അയാൾ ഇതൊക്കെ എങ്ങനെ? ഓർക്കും തോറും എനിക്ക് വട്ടുപിടിക്കോ. ഒരുത്തരം പറഞ്ഞതാ സുധേട്ടാ. ശങ്കരേട്ടൻ കിടന്നില്ലേ? എന്തു പറ്റി? കാപ്പിയോ മറ്റോ വേണോ? ഒരു കട്ടൻ കിട്ടിയ കൊള്ളായിരുന്നു മകളെ, നല്ല മഴയല്ലേ. ഇപ്പൊ കട്ടൻ കാപ്പി കുടിച്ചാ ഉള്ള ഉറക്കം പോവില്ലേ ശങ്കരേട്ടാ? അല്ലെങ്കിൽ തന്നെ ആർക്കാ പെങ്ങളെ ഈ ഭൂമിയിൽ ഉറക്കം വേണ്ടത്? ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഉണർന്നിരുന്ന് വെയിലും മഴയും കാറ്റും കായലിളക്കവും കടൽക്കോളും ഉപ്പും സ്വന്തം കണ്ണീരിൻ്റെ ഉപ്പുരസവും ഉള്ളത്ര ചിരിയും അങ്ങോട്ട് ആസ്വദിക്കുക. ചത്തു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ ഉറങ്ങാമല്ലോ. ആരും അലാറം വെച്ച് ഉണർത്തുകയില്ല. എത്ര ഉച്ചത്തിൽ അലാറം വെച്ചാലും ഉണരുകയില്ല. ഓ, തുടങ്ങി പഴയ നാടകക്കാരന്റെ തത്വചിന്തയും സാഹിത്യവും. കാപ്പി ഞാൻ തന്നേക്കാവേ. ഓ ഓ ഓ പൊന്നെ, കറിയില്ലേടാ പൊന്നെ. ഓ ഓ കരയാതെ, കരയാതെടാ. ഓ ഓ കരയാതെ. ഓ പൊന്ന്, വെങ്കായം, കല്ലുപ്പ് എടുത്ത് ആറ്റി തണ്ണീര് പോട്ടിടും ഞാൻ. അയ്യോ അമ്മ, അങ്ങനെയൊന്നും പറയില്ലേ. എപ്പടി സൊല്ലാതിരിക്കും? എപ്പടി കിയോ കിയോ കിയോ. ഓപ്പറേഷൻ സൈറ മാതിരി. കുഞ്ഞല്ലേ അമ്മ? ആ കുഞ്ഞാണല്ലോ വളർന്നു വരുന്നത്. എന്തായാലും തൊള്ള കീറി കരയുന്ന കുഞ്ഞിനെ നീ ഇനി വളർത്തണ്ട. അമ്മ അമ്മാവില്ല അപ്പാവില്ല. നീ ഒരു വഴിക്ക്, இந்த திருட்டு குழந்தை വേറൊരു വഴിക്ക്. അയ്യോ ഉയ്യോ. എടി പെങ്കൊച്ചെ,
പെണ്ണിനും പിഞ്ചിനും നല്ല കാശ് തരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നീ ഒരു വഴിക്ക് പോവും, ഈ തിരട്ട് പൈല് നിന്റെ കുഞ്ഞ് വേറൊരു വഴിക്ക് പോവും. ഭാഗ്യമുണ്ടെങ്കില് നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. അത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അമ്മ അങ്ങനെയൊന്നും പറയില്ലേ അമ്മ. എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും നൽകില്ല. കുഞ്ഞിനെ ആർക്ക് കൊടുക്കണം, എപ്പ കൊടുക്കണോന്ന് നീയല്ല തീരുമാനിക്കുന്നത്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്, ഉടയന്മാരുണ്ട്, തലയെടുക്കാൻ കഴിവുള്ള തലൈവന്മാരുണ്ട്. നീ അനുസരിച്ചില്ലെങ്കിലേ നിന്നെ തീർത്ത് അവർ കുഞ്ഞിനെ കൊണ്ടങ്ങ് പോവും. പിന്നെ നീ ജീവിച്ചിരുന്ന അന്ത മുതല് കമ്പനിക്ക് ലാഭം, ലച്ച ലാഭം. നാശം. ഏട്ടാ ഞാൻ ഓർക്കായിരുന്നു മകളെ. എന്താ പണ്ടത്തെ പോലെ കട്ടൻ കാപ്പിക്കൊപ്പം ചുട്ട പപ്പടം വേണമെന്നാണോ? അതല്ല, പിന്നെ മരുമകൻ നമ്മുടെ മോളാണെന്ന് പറഞ്ഞ് തേടിപ്പോയ മകൾക്ക് ഒരു കുഞ്ഞുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് നമ്മുടെ പൊന്നുമണിയാണെങ്കിലോ? ആണെങ്കിൽ എന്താ, അവളെ നമ്മള് ആളും ആരവത്തോടും കൂടി കെട്ടിച്ചു വിട്ടാലും കുട്ടി ഉണ്ടാവില്ലേ? നമ്മുടെ കുഞ്ഞല്ലേ ശങ്കരേട്ടാ. അതെ, ആരുടെ ചോരെ പറഞ്ഞാലും അത് ശങ്കറിന്റെ പേരക്കിടാവ് തന്നെയാ. പിന്നെ നാട്ടുകാർ ചിരിക്കുമായിരിക്കും അല്ലേ? പിന്നെ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് അനുസരിച്ചല്ലേ നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരി തരുന്നത്. ഒന്ന് പോ ശങ്കരേട്ടാ. നമ്മൾ ചത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നല്ലവരായിരുന്നു എന്ന് നാട്ടുകാർ പറയൂ. അത് നമ്മൾ കേൾക്കുന്നുമില്ല. ചാവും വരെയുള്ള ജീവിതം നമ്മുടേതാ, നമ്മുടേത് മാത്രം. അതും ശരിയാ. ഒന്നുകിൽ കല്യാണ സദ്യക്ക് വന്ന് കുറ്റം പറയും, അല്ലെങ്കിൽ സഞ്ചയനത്തിന് വന്ന് ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് ഇടിച്ചോണ്ട് പോവും. അത്തരം നാട്ടുകാരുടെ അഭിപ്രായം നമുക്കെന്തിനാ? എൻ്റെ കൊച്ചു വരട്ടെ, എൻ്റെ പേരക്കിടാവിനെയും കൊണ്ട് ഒന്നുപോലെ നോക്കത്തില്ലേ ഞാൻ? സമ്മതിച്ചു, പക്ഷേ റിസ്ക് ആണ്. പിടിക്കപ്പെട്ട അറിയാലോ, ആയുഷ്കാലം മുഴുവൻ അകത്ത് കിടക്കാം. കിട്ടിയ വിലയ്ക്ക് അങ്ങ് വിറ്റേര്, അതാ സേഫ്. ആരെ പറ്റിക്കാനുള്ള ഗൂഢാലോചനയാ? ശരത്തിന്റെ ഡീലുകളും ഇടപാടുകളൊക്കെ നീയൊക്കെ ചിന്തിക്കുന്നതിനും ഒരുപാട് ഉയരത്തില. ഓഹോ, അതിന്റെ പിന്നാലെ ചകയാൻ വരണ്ട. വന്ന തീർത്ത് കളയും ഞാൻ. അറിയാടാ, മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ ഇപ്പൊ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൂ. പക്ഷേ അടുത്തേക്ക് വന്നോണ്ടിരിക്കോ, ഒരുക്കിക്കളയും നിന്നെ. മഞ്ഞുമലയിൽ ഇടിച്ചേ ചിന്നിച്ചിതറി പോകരുത്. ഓ, തകരാതെ നോക്കാൻ ഞങ്ങൾക്കറിയാം. ഹലോ, ഓയ്. ഓ, ആത്മാവിനെ പിടിക്കാൻ പോവാണോ? ആണെങ്കിൽ അയ്യോ, ഒന്നുമില്ലേ. ആട് കടന്നെടുത്ത് രോമം പോലും ഇല്ലാത്ത അവസ്ഥയായി പോയല്ലോ എന്റെ ദേവിയേട്ടത്തിയെ. അസ്ഥിത്തറയും തകർന്നു, അവിടെ ഇരുന്ന കാലശവും പോയി. കുടത്തിൽ അടച്ചിരുന്ന പ്രേതം ഇപ്പോ പറന്ന് നടക്കുന്നുണ്ടായിരിക്കും. നീ മര്യാദക്ക് സംസാരിക്കണം. ഒന്നടങ്ങന്റെ ദേവിയേട്ടത്തിയെ, ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. അല്ല, ഈ കലശം എടുത്തോണ്ട് പോയരെ അതിപ്പോ എവിടെയായിരിക്കും വെച്ചിരിക്കുന്നത്? വല്ല തെങ്ങിനും വളവായിട്ട് ഇട്ട് കാണും അല്ലേ? നീ എന്താടാ പറഞ്ഞേ? ഞാനൊരു സാധ്യത പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ ശോഭിക്കാതെ. ഇനി അതങ്ങാണോ എന്റെ കൈ കിട്ടിയ പാപനാശിന് ഒഴുക്കേണ്ട ചിതാഭസ്മം ഞാനേ ഓടയിലൊഴുക്കും. സിറ്റിയിലെ അഴുക്കു ചാലിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കട്ടെന്നേ. എങ്കിലേ നിന്നെ ഞാൻ കലശത്തിലാക്കും.
ഡാഡി ആ എനിക്ക് കേൾക്കാം. ശബ്ദം കുറച്ച് പറഞ്ഞാൽ മതി. പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് ഇപ്പൊ ഒരു കോള് വന്നിരുന്നു. ആഹാ, നിന്നെ പോലീസിലെടുത്തോ? DGPയോ അതോ ADGPയോ? എന്തായാലും ലോക്കപ്പ് മരണങ്ങൾ കൂടും. പരിഹസിക്കണ്ട. വിളിച്ചത് ക്രൈം ഡിറ്റാച്ച്മെന്റ് ബ്യൂറോയിന്നാ. അവിടെ ദേവിക വഴിയിൽ നിന്ന് വാരിയെടുത്തുകൊണ്ട് വന്ന പയ്യനില്ലേ അമൽ, അവനൊരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവനാണെന്ന് പറയാൻ. ജുവനാൽ ക്രിമിനൽ.